മണി പസിക്കുന്ന മണി ഫുഡ് ഓർഡർ ആക്കട്ടാ. എണ്ണയും പഞ്ചാരയും വരാത്ത എന്ത് നീ ഓർഡർ ആയിക്കും? അങ്ങനെയാണെ ഹാഫ് പെരി പെരി പുണ്ണാക്കും കാടിവെള്ളം മൊയ്ത്തോ കൂടെ പറയാം. അതൊക്കെ എപ്പോ ഇറങ്ങി? അറിഞ്ഞൂടല്ലേ? ഇല്ല. എന്നാ അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ KFC ഓർഡർ ചെയ്യാൻ പോകുന്നു. KFC മൊത്തം ഓയിലാണ്. ഇല്ല, അവര് വെള്ളത്തിട്ട് പൊരിച്ചിരുന്നു നിനക്ക്. നീ വല്ല ഗ്രീക്ക് സാലഡോ സ്വിറ്റ്സർലാൻഡോ ഒക്കെ പറഞ്ഞേ. രണ്ടാമത് മൊഴിഞ്ഞ ഒന്നുകൂടെ പറയടാ. സ്വിറ്റ്സർലൻഡ് അല്ല, തായ്ലൻഡ്. ഒന്ന് പോടാ, ഞാൻ വീട്ടിലൂണ് പറയാൻ പോകുന്നു. വീട്ടിലൂണ് പറയല്ലേ ചേടാ, ഇത് തന്നെ വീട്ടിൽ വിളിച്ചൊന്നുമല്ല പറയുന്നത്. ഓർഡർ ചെയ്താൽ മതി, അവര് കൊണ്ട് തരും. അതിനകത്തൊക്കെ ഷുഗറും കാർബും ആണ്. ഇത് ആരോട് പറയാൻ? എങ്കിൽ വല്ല H2O കുടിച്ച് ഓറ്റവും വലിച്ചവിടെ ഇരുന്നോ? എടാ അതുകൊണ്ടല്ലടാ, ഞാൻ എന്ത് കഴിച്ചാലും കലക്കണ്. ഭാഗ്യവാൻ, ഞാൻ എന്ത് കഴിച്ചിട്ടും കലക്കുന്നില്ല. ആ കാര്യത്തിലാണ് എനിക്ക് നിന്നോട് അസൂയ. ഇന്നലെ 2 ഗുലാബ് ജാം കഴിച്ചത്, രാവിലെ എണീച്ചപ്പോ 2 ഗുലാബ് കൊളാബ് അടിച്ചാണ് ഇരിക്കണം. ഞാൻ ഇന്നലെ വണ്ണം വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് മന്തി കഴിച്ചിട്ട് ചന്തി വഴി പോയതല്ലാതെ എന്റെ ദേഹത്ത് പിടിച്ചിട്ടില്ല. ഇതിലും ഭേദം എന്റെ ഗുലാബ് കൊളാബ് അടിച്ചായിരുന്നു. ഒന്നാമത് ജീവിതം കണസാ പോകുന്നു. അതിന്റെ ഇടയ്ക്ക് ശരീരം കൂടെ കണാവണ കാണിച്ചാ എങ്ങനെ? ഒരു സന്തോഷം എന്ന് പറയുന്ന സാധനമില്ല ഈ ശരീരം കാരണം. പള്ള തള്ളക്കി വിളിക്കുന്ന വല്ലൊക്കെ ഓർഡർ ചെയ്യും. എടോ, ഈ സിഗരറ്റ് വലിക്കാതോ ശരീരത്തിന് ക്യാൻസർ ഒക്കെ വരും. അയ്യോ അണ്ണ, അപ്പൊ ഈ ഫോട്ടോ ഉള്ളായിരുന്നല്ലേ? പിന്നെ നീ എന്തോ വിചാരിച്ച അയാള് കപ്പലിന്റെ വിട്ടായി തിന്നിട്ട് ചിരിച്ചപ്പോ എടുത്ത ഫോട്ടോ എന്നത്? അയ്യോ, അതറിയാതെ അവ ഇത്രയും നാളും വലിച്ചത്. ഇത് ഇന്നലെ രാത്രി എപ്പോ എത്തിയണ്ണ? ഒരു 7:30 ആയടാ. എങ്ങനെ വന്നു? ഭാരത് ബന്ദില്. ഭാരത് ബന്ധല്ല, വിദ്യാഭ്യാസ ബന്ധ്. എടാ വന്ദേ മാരണം. എന്റെ പൊന്നുമാരണങ്ങളെ, വന്ദേ ഭാരത്. അതാന്ന് എന്റെ വയറ്റിന്ന് DJ കേൾക്കുന്നു. വല്ലോ പറ. ഞാൻ പറഞ്ഞല്ലേ, ഷുഗർ പോലും ഇല്ലാത്ത എന്ത് വേണേലും ഓർഡർ ചെയ്യാൻ. എന്നാ കുറച്ച് കഞ്ഞിവെള്ളം ഓർഡർ ചെയ്ത് ഓർഡർ ആവും കൂച്ചട്ട്. ഒരു കാടിവെള്ളത്തിന്റെ കോമഡി ഇപ്പൊ ഇവിടെ കഴിഞ്ഞായിരുന്നു. ചീഞ്ഞ അളിഞ്ഞതാ. തത്തമ്മ ചിരിക്കുന്നു. സോറി അണ്ണ. അണ്ണ, ദേഹം അനങ്ങാതെ കനം കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? നിന്നേക്കായ കനം കൂടി എന്റെ അടുത്ത് പോയി നിന്ന് വിടറാ. അപ്പൊ നിന്റെ കനം കുറഞ്ഞിരിക്കും. അണ്ണന് നല്ല നീളമുണ്ടല്ലോ, പോലീസിൽ ചേർന്നൂടെ? നിനക്ക് നല്ല കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്ന് വെച്ച് നീ കക്കാൻ പോടാ. അണ്ണ, നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലേ നമ്മൾ മാനസികമായിട്ട് തളർന്നു വന്നു. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങള് തളരൂല അല്ലേ? എന്തെങ്കിലും പറഞ്ഞു തളർത്തടോ. അണ്ണാ, നിങ്ങൾ വലിച്ചു നിങ്ങളുടെ ശ്വാസം മാറി കോശം മാത്രമായിട്ട് കിടക്കുവാണ്. ഒരു കുഴപ്പവും ഇല്ല. ഇവൻ വലിച്ച് അവന്റെ ചുണ്ട് കറുത്ത് പൊട്ടി ഇപ്പൊ ചുമന്നിരിക്കണം. അത് നമുക്ക് ലിപ്ലോക്ക് അടിക്കാടാ. ലിപ് ബാം. അതടിക്കാം. നിങ്ങളിങ്ങനെ വലിച്ചും കുടിച്ചും നടന്നാ ജോലി കിട്ടത്തില്ലേ? ഓ സുഖം. പെണ്ണും കിട്ടത്തില്ല. എനിക്ക് എന്റെ അണ്ണനുണ്ട്. ഇവര് എന്തോ പറഞ്ഞു തളർത്തു. ഇവന് നല്ല മുടി ഒഴിച്ചിട്ടുണ്ടാ. ആടാ, 2 മാസം കൂടെ കഴിഞ്ഞാ നീ കഷണ്ടിയാ സിഗരറ്റ് വലിക്കുന്നതിന്റെ. അണ്ണ ആണോ അണ്ണ? ഇല്ലതാ ഒന്നും അറിയില്ല. വിട്, നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇത് വലിച്ച ക്യാൻസറിന്റെ കൂടെ കഷണ്ടിയും വരുമെന്ന്. ഓ, അപ്പൊ ക്യാൻസർ എന്ന് ചത്താ നിനക്ക് ഒരു ഗുരുവില്ല. കഷണ്ടി വരുന്നതിലാണ് നിനക്ക് കുഴപ്പം. പോയി എല്ലാം നമുക്ക് ട്രാൻസ്പെറന്റ് ചെയ്യാൻ. കണ്ട, എല്ലാത്തിനും ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. അങ്ങേർക്ക് മൂലക്കുരു കൂടെ ഉണ്ടോന്നൊരു സംശയം. അടുത്തത് തളർത്താ. ടെൻഷൻ തോക്കൂന്നറിയാലോ, പിന്നെ എന്തിനാ ഈ ടെൻഷൻ? എടാ, എന്റെ അച്ഛൻ എന്നെ പറ്റി എന്തൊക്കെ പ്രതീക്ഷകളാന്നറിയോ? ഡോക്ടർ എന്നൊക്കെയാ പറയുന്നത്. ഞാൻ ആരാന്നറിയോ? ആരാ? IAS. ഡോക്ടറിനെ ഒന്ന് നോക്കട്ടെ. എടാ, വിക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും മരുന്ന് നിനക്കറിയോടാ? പോളോ. ഒന്ന് പോടോ. ഒന്ന് ഹോൾഡ് ചെയ്യണേ അച്ചൂട്ടാ. റിസൾട്ട് വരാറായില്ലേ? അയ്യോ, സൈറ്റില് ഭയങ്കര ബ്ലോക്ക്. സൈറ്റാ? ഞാൻ ഇന്നലെ കയറിയപ്പോ നല്ല സ്പീഡായിരുന്നല്ലേ. അത് വേറെ സൈറ്റാ. അത് നമുക്കും സ്പീഡിൽ വരും. ശരിടാ, നിന്റെ അച്ഛൻ താഴെ വന്ന് റിപ്പോർട്ട്. എന്തിന്? ഞാൻ വിളിച്ചു വരുത്തി ഒരുമിച്ച് റിസൾട്ട് നോക്കി അറിയാല്ലേ. ആ മോനെ, പിന്നെ മുന്തിരി ഉള്ള ലഡു വേണോ മുന്തിരി ഇല്ലാത്ത ലഡു വേണോ? മുന്തിരി മാത്രം വാങ്ങിക്കുന്നതായിരിക്കും അച്ഛന് ലാഭം. അപ്പൊ മുന്തിരി ഉള്ള ലഡു വാങ്ങണം. ഓക്കെ. മുന്തിരി ഉള്ള 5 എടുത്തോ. ഇയാൾക്ക് എന്താ എന്നെ ഇത്ര വിശ്വാസം? ഇയാളെ മോൻ തന്നെയല്ലേ ഞാൻ? അല്ലേലും തന്തമാർക്കുള്ള വേറെ ഒന്നിനും പൈസ ഇറക്കൂല. പൊട്ടൂന്ന് അറിഞ്ഞാലും പഠിത്തത്തിന് വേണ്ടി പൈസ ഇറക്കും. ഈ സമ്പ്രദായമൊക്കെ മാറ്റണം കേരളത്തിലെ അച്ഛന്മാരൊക്കെ. താഴോട്ട് പോവാ. എന്റെ മോന്റെ A+ ഒന്നില്ല. അത് A+ വരുന്ന വഴിക്ക് എന്തോ ബ്ലോക്ക്. എവിടെ വെച്ച്? അരൂരിന്റെ അടുത്ത് വെച്ച്. ഒന്നും മിണ്ടായിരിക്കണോ, അത് വന്നോളും. അത് മൊത്തം അല്പസമയത്തിനകം ചങ്ക് തകരാൻ പോകുന്ന 2 മനുഷ്യരാ അത്. അവനെ ഡോക്ടറാക്കാൻ കാരണം പണ്ട് അവൻ ഹോസ്പിറ്റലിൽ പോയ അവൻ എപ്പോഴും ഒരു തരിപ്പ. അത് നേഴ്സുമാരെ കാണുന്നോണ്ടായിരിക്കും. അല്ലെന്ന് ഡോക്ടറാവാൻ. ബ്ലോക്ക് ഇതുവരെ മാറിയില്ലെന്ന് പറഞ്ഞു. വന്നല്ലേ ഡോക്ടറും കളക്ടറും ഒക്കെ. കളക്ടറെ മഴ പെയ്താൽ നമുക്കൊക്കെ ലീവ് വരുവോ? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഭയങ്കര ഷാർപ്പനറായിരുന്നു. എന്റെ കുറെ മായ്ക്കിടപ്പുണ്ടായിരുന്നു. ഇങ്ങനെ കടിക്കും ഞാൻ ഇങ്ങനെ. ഓ അതല്ലടോ, ഞാൻ ഭയങ്കര ശ്രദ്ധയായിരുന്നു. ഷാർപ്പ്. എത്ര വരെ പഠിച്ച്? 10 ഡിസ്റ്റന്റ് വാങ്ങാത്തോണ്ട് +1 കയറ്റിയില്ല. ഓ, ഈ വിവരം സ്കൂളുകാർക്ക് അറിയൂ? ഇല്ല. താനോ? ഞാൻ അംഗനവാടി കഞ്ഞി കുടിക്കാത്തോണ്ട് LKG കയറ്റിയില്ല. മോനെ, നമുക്ക് ഡോക്ടർ ആവാൻ നീറ്റ് എഴുതണോ അതോ കീം എഴുതണോ? കീം എടുത്തിട്ട് ഞാനത് നീറ്റായിട്ട് എഴുതിക്കോളാം. അങ്ങനെ ഓക്കെ.
മോനെ നീ IPS ആയിട്ട് IAS ആവുന്നു, IAS ആയിട്ട് IPS ആവുന്നു. നേരെ അങ്ങ് IAS ആവാച്ച. IPS ആയാലേ എന്ന് യൂണിഫോം ഒക്കെ ഇടേണ്ടി വരും. ദാറ്റ്സ് മൈ ബോയ്. ആ റിസൾട്ട് വന്ന് ഞാൻ പോയി ലഡു വാങ്ങിച്ചോണ്ട് വരാം. ഓടാതറ. ആരുടെ ആദ്യം നോക്കണം? അങ്കിളിന്റെ മോന്റെ ആദ്യം നോക്കാം. അങ്കിളിന്റെ മോറ്റോ നോക്കും. എന്താ നിന്റെ നോക്കിയ? അങ്കിളിന്റെ മോന്റെ ആദ്യം നോക്കിയാൽ മതി. തർക്കം വേണ്ട. എങ്കി പെങ്കി പോങ്കി ഹുസ് ഫാദർ സേട്ടോ എങ്കി ഇങ്ങേരി. ശ്ശേ. ദൈവം രക്ഷിക്കും. ആ കിട്ടി. ഇംഗ്ലീഷിന് D+. അങ്ങനെ സൂക്ഷിച്ച് നോക്കിയാച്ചാ ഒന്ന്. ആ E+. അതാ എനിക്ക് തെറ്റൂല. ബാക്കി എല്ലാം ഈ ഇളിക്കാനല്ല ഈ തോറ്റ്. തന്റെ മോന്റെ നോക്കണ. വേണ്ടടോ, ഇത്രയേലും പഠിക്കുന്ന തന്റെ മോൻ ഈ ആണെങ്കിൽ ഇവൻ എച്ചും കടന്നു പോകും. എന്റെ ഈ വിദ്യാഭ്യാസത്തിന് പറ്റിയ വല്ല കോഴ്സും ഉണ്ടോ? നിന്റെ ഈ വിദ്യ ആഭാസത്തിന് പറ്റിയൊരു കോഴ്സ് ഉണ്ട്. പറ, ഞാൻ ചെയ്യാം. MI CAD. പോവാം. ഞാനും പോവാ. ഞങ്ങള് പോവാം. അപ്പൊ രാവിലെ ചന്ദ്രമേശ്വരിയോട് അങ്ങ് പോയാ മതിയേ. അത് മെക്കാട് പണിയല്ലേ? അതല്ലേ MI കാർഡ്. പോയാലേ നമുക്ക് പഠിച്ചു കിട്ടുന്ന ജോലി മതി. കിട്ടും.